ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് 3 ഫേസ് DB സെറ്റ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കുന്നതാണ്. അപ്പോൾ ഇതിങ്ങനെ കാണിച്ചാൽ ഗുണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത്യാവശ്യം സെലക്ടർ കാര്യങ്ങളൊക്കെ വെക്കുന്നതിന് മുന്നേ ഫുൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇതിപ്പോൾ ഓൾറെഡി ഡ്രസ്സിങ് തുടങ്ങി ഏകദേശം പകുതിയായ DB ആണ് കാണിക്കുന്നത്. അതായത് റൂമുകളിൽ നിന്നും എല്ലാ സ്ഥലങ്ങളിൽ നിന്നും വന്നിരിക്കുന്ന സർക്യൂട്ട് ജസ്റ്റ് അതിൻ്റെ അകത്തേക്ക് വന്നിരിക്കുന്നു. അത് സെപ്പറേറ്റ് വയറുകളായിട്ട് ഓരോ സെക്ഷൻ ഡിവൈഡ് ചെയ്ത് ഇൻവെർട്ടർ സെക്ഷൻ, മാസ്റ്റർ സെക്ഷൻ, അതുപോലെ തന്നെ എർത്ത്, ന്യൂട്രൽ, ഫേസ്, ഇങ്ങനെ സെപ്പറേറ്റ് എല്ലാ വയറുകളും ഓരോ സർക്യൂട്ടിൽ നിന്നും സെപ്പറേറ്റ് എടുത്ത് മാറ്റിയതിന് ശേഷം വരുന്ന എല്ലാം ഡ്രസ്സ് ചെയ്ത് നീറ്റായിട്ട് എല്ലാം ഓരോന്ന് വയറുകൾ. ആദ്യം തന്നെ എർത്തിൻ്റെ വയറുകളെല്ലാം സർക്യൂട്ടുകളിൽ നിന്ന് എടുത്തതിന് ശേഷം എർത്തിൻ്റെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ആ റോഡ് കണ്ടോ, ആ റോഡിലേക്ക് എല്ലാ വയറുകളും നമ്മൾ സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്തിരിക്കുന്നു. അതായത് നീറ്റായിട്ട് തന്നെ സൈഡിലേക്ക് വന്നിട്ട് ശേഷം സൈഡിലൂടെ ഇങ്ങനെ റൗണ്ട് ചെയ്തെടുക്കണം. അതായത് DBയിൽ വന്നിരിക്കുന്ന വയർ കുറച്ച് ലെങ്ത്തിലിടുന്ന അതിന് വേണ്ടിയിട്ടാണ് കർവ് ചെയ്ത് അവിടെ വരുന്നത്. ഇനി അടുത്ത സെക്ഷൻ എന്ന് വെച്ചിട്ട് ഈ എർത്തിൻ്റെ സെക്ഷൻ കഴിഞ്ഞു. ഇനി ന്യൂട്രൽ സെക്ഷൻ. ന്യൂട്രലിലെ അതായത് എല്ലാ സർക്യൂട്ടിൽ നിന്നും വന്നിരിക്കുന്ന ന്യൂട്രലിൻ്റെ വയറുകളെല്ലാം എടുത്തതിന് ശേഷം എല്ലാ വയറുകളും എടുത്ത് ഓരോന്ന് സെപ്പറേറ്റ് എടുത്ത് ആ ന്യൂട്രലിൻ്റെ സെക്ഷനിൽ വരിക്കുന്ന റോഡുണ്ട്, ആ റോഡിലേക്ക് നമ്മൾ ആ ബാറിലേക്ക് നമ്മൾ എല്ലാം സെപ്പറേറ്റ് തന്നെ കൊടുത്ത് സ്ക്രൂകളിട്ട് ടൈറ്റ് ചെയ്ത് വരുന്നുണ്ട്. അതിൽ നിന്ന് സെപ്പറേറ്റ് ഒരു ന്യൂട്രലിൻ്റെ വയർ സെപ്പറേറ്റ് ഒരു 10 സ്ക്വയർ വയർ വരുന്നുണ്ട്, അല്ലെങ്കിൽ 6 സ്ക്വയർ ഏതെങ്കിലും ഒരു ടൈപ്പ് ആയിരിക്കും കമ്പനി തരുന്നത്. ആ വയർ നമുക്ക് ഡയറക്റ്റായിട്ട് വരുന്ന ഈ LCBയുടെ എർത്തിൻ്റെ ന്യൂട്രലിലേക്കാണ് കൊടുക്കേണ്ടത്. അപ്പോൾ എർത്ത് കഴിഞ്ഞു, അതുപോലെ തന്നെ ന്യൂട്രൽ വയർ നമ്മൾ കൊടുത്തത് കാണിച്ചു. ഇനി അടുത്ത സെക്ഷൻ എന്ന് വെച്ചാൽ ഇൻവെർട്ടർ സെക്ഷൻ വരുന്നുണ്ട്. അതെല്ലാം കൂടി ജോയിൻറ്റ് ചെയ്ത് ഇൻവെർട്ടറിൻ്റെ സെക്ഷനിൽ വരുന്ന സെക്ഷനിലേക്ക് കൊടുത്തു. ഇനി അടുത്ത സെക്ഷൻ നോക്കുക, സെലക്ടറാണ് ഈ ഏരിയയിൽ വരുന്നത്. ഈ സെലക്ടർ ഏരിയയിൽ അടുത്ത് വരുന്നത് RYB എന്ന് പറയുന്ന സെക്ഷനിലേക്ക് RYB 3 ഫേസാണ് വരുന്നത്. 6 മുകളിൽ വന്നു, Y വന്ന് സെൻറ്ററിൽ വന്നു, B വന്ന സെക്ഷൻ വന്നു. അങ്ങനെ 3 സെക്ഷനാണ് വരുന്നത്. RYB എന്ന് പറയുന്നത് 3 ഫേസാണ് 3 ഫേസിൽ വരുന്നത്. 3 ഫേസിന് സെപ്പറേറ്റ് 6 MCBകൾ വെച്ചിട്ടുണ്ടാകും. അതായത് 6 way DB എന്ന് ഉദ്ദേശിക്കുന്നതാണ്. 6 way DB എന്ന 6 MCB ആണ് ഒരു ലെയറിൽ വരുന്നത്. അങ്ങനെ ടോട്ടൽ 3 സെക്ഷൻ വരുമ്പോൾ 3 ഫേസ് വരുമ്പോൾ 6 3 18 MCBകൾ നമുക്ക് 6 way DBയിൽ കൊടുക്കാൻ സാധിക്കും. ഈ LCB ഐസൊലേറ്റർ കൂടാതെ 18 MCB നമുക്ക് 18 സർക്യൂട്ട് നമുക്ക് കൊടുക്കാം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ 6 way DB വരുന്നുണ്ട്, 8 way DB വരുന്നുണ്ട്. നമുക്ക് സർക്യൂട്ട് കൂടുതൽ വരുന്നുണ്ടെങ്കിൽ നമുക്ക് 8 way DB ഉപയോഗിക്കാം. അതായത് ഒറ്റ സെക്ഷനിൽ ഒറ്റ ഫേസിൽ 8 എണ്ണം വരും. അപ്പോൾ 3 എണ്ണം ആകുമ്പോൾ നിങ്ങൾക്ക് കൂട്ടിയെടുക്കുക 8 × 3 വരുന്ന സെക്ഷൻ നമുക്ക് അത്രയും കൂടി MCB കൂടി നമുക്ക് കയറി കൂടുതലായിട്ട് കിട്ടും. ഇനി വേണേൽ സെക്ഷൻ നമ്മൾ സെലക്ട് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടോ, ഇതിൻ്റെ അകത്ത് നോക്കി അറിയാൻ പറ്റും 20, 16, 10 ഇത്ര MCBകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ 3 സെക്ഷനിലും നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഈക്വലായിട്ട് ലോഡ് വരുന്ന രീതിയിൽ വേണം അറേഞ്ച് ചെയ്യാനായിട്ട്. പിന്നെ സെപ്പറേറ്റ് ഒരു ഇൻവെർട്ടറിന് വേണ്ടിയിട്ട് ചാർജിങ് സെക്ഷൻ ഔട്ടിന് വേണ്ടി സെപ്പറേറ്റ് ഒരു MCBകൾ സെപ്പറേറ്റ് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി DB പകുതി ഡ്രസ്സിങ് കഴിഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾക്കിത് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ സെക്ഷനിൽ കേട്ടോ ഫേസ് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടില്ല, അത് MCBകളുടെ മുകളിലേക്ക് നമ്മൾ കൊടുത്തിട്ടില്ല. ഇനി MCBകളുടെ മുകളിലേക്ക് നമ്മൾ ചെക്ക് ചെയ്ത് ഏതെങ്കിലും മോട്ടറിൻ്റെ സെക്ഷൻ, പവർ സർക്യൂട്ട്, അങ്ങനെ എത്ര ആംബിയർ ആവശ്യമുണ്ടോ ആ ആംബിയർ ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്കെല്ലാം അതിന് വേണ്ട MCBയിലേക്ക് നമ്മൾ ഓരോന്ന് കണക്ട് ചെയ്ത് കൊടുക്കുന്നു. ACക്ക് വേണ്ടി 20 കൊടുക്കുന്നുണ്ട്, പവറിന് വേണ്ടി 16 ആംസിൻ്റെ കൊടുക്കുന്നുണ്ട്, റൂം സർക്യൂട്ട് 10 ആംബിയർ കൊടുക്കുന്നത്. അങ്ങനെ സെപ്പറേറ്റ് തിരിച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, അതുപോലെ തന്നെ ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.